നമസ്കാരം. ഇന്നത്തെ എൻ്റെ യാത്ര ഒരു വനക്ഷേത്രത്തിലേക്കാണ്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സമൃദ്ധമായ ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വളരെ ഒരു ആത്മീയ സംഗീതം പ്രദാനം ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ തന്നെയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ലക്ഷ്യസ്ഥാനം പോലെ തന്നെ വളരെ ആകർഷകമാണ്. യാത്രയിലുടനീളം നമ്മൾക്ക് കാട്ടാനകളെയും മയിലുകളെയും മാൻപേടകളെയും കാണാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മനോഹരമായ മണലാർ വെള്ളച്ചാട്ടവും അതിശയിപ്പിക്കുന്ന കുമ്പുരുട്ടി വെള്ളച്ചാട്ടവും യാത്രയെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുന്നു. അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് അടുക്കുമ്പോൾ വനത്തിൻ്റെ ശാന്തമായ സൗന്ദര്യം നമ്മളെ വലയം ചെയ്യുന്നു. ധ്യാനത്തിനും ഭക്തിക്കും അനുയോജ്യമായ ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ദിവ്യമായ അന്തരീക്ഷവും ചരിത്രപരമായ വേരുകളുമുള്ള ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, പ്രദേശത്തിൻ്റെ ആത്മീയ പൈതൃകവുമായുള്ള ആഴത്തിലുള്ള ബന്ധവും പ്രദാനം ചെയ്യുന്നു. വിഷപ്പാമ്പുകളുടെ ശമനത്തിന് പേരുകേട്ടതാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. അച്ചൻകോവിൽ ശാസ്താക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഇടതു കൈയിൽ എപ്പോഴും ചന്ദനവും തീർത്ഥവും അടങ്ങിയിട്ടുണ്ട്. പാമ്പുകടി ഭേദമാക്കാൻ ചന്ദനത്തിനും തീർത്ഥത്തിനും ഔഷധ ഗുണമുണ്ടെന്ന് കരുതപ്പെടുന്നു. അയ്യപ്പൻ ഇവിടെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നു. ഒരു കുടുംബനാഥനായോ വിവാഹിതനായോ ചിത്രീകരിച്ചിരിക്കുന്നു. പൂർണ്ണ, പുഷ്കല എന്നീ 2 ഭാര്യമാരോടൊപ്പം അയ്യപ്പനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അച്ചൻകോവിൽ ക്ഷേത്രം രാവിലെ 6 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. ഈ ക്ഷേത്രത്തിലെ വേറൊരു പ്രത്യേകതയാണ് സ്പർശദർശനം. സ്പർശദർശനം എന്ന് പറഞ്ഞാൽ ഭക്തർക്ക് മല്ലികാർജുന ഭഗവാനും ഭ്രമരാംബ ദേവിയുമായും അടുത്ത ബന്ധം നേടാൻ സഹായിക്കുന്ന ഒരു ആദരണീയ ദർശനമാണ്.